മിഷണറി പ്രവർത്തകനായ ജോൺസൺ ഡാനിയൽ ദൈവത്തിൽ നിന്നകന്ന് വഴിതെറ്റി അലഞ്ഞ പൂർവ്വകാലത്തു നിന്നും രക്ഷയുടെ വെളിച്ചത്തിലേക്ക് വന്നെത്തിയ അത്ഭുത സാക്ഷ്യമാണ് ഈ ദൈവഭൃത്യന് പറയുവാനുള്ളത്. തകർന്നു പോകേണ്ടിയിരുന്ന യൗവന കാലഘട്ടത്തിൽ നിന്നും മദ്യപാന ശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച അത്ഭുത സാക്ഷ്യം. കഠിനമായ പ്രതിസന്ധികൾക്ക് നടുവിലും പരാധീനതകൾക്കിടയിലും മാറ്റമില്ലാത്ത ദൈവവചനവുമായി കർത്തൃസേവ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പടയാളി. ഞാനൊരു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നല്ലവണ്ണം അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ പിതാവ്. എൻ്റെ മാതാവും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെയും പിതാവിനെയും എനിക്കും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ സഹോദരിക്കും ലഭിക്കുവാൻ ദൈവഭാഗ്യത്തിൽ നൽകി. ഞങ്ങൾ 3 മക്കളിൽ ഏറ്റവും ഇളവനാണ് ഞാൻ. എന്നെ ഒത്തിരി സ്നേഹിച്ച് എൻ്റെ പിതാവും മാതാവും എന്നെ ഒത്തിരി ഓമനിച്ച് വളർത്തിയ ഒരു മകനാണ് ഞാൻ. എന്നാൽ എനിക്ക് നല്ല വിദ്യാഭ്യാസം നൽകി എന്നെ നന്നായിട്ട് അവർ വളർത്തുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ SLC പഠനം ശേഷമായിട്ട് തുടർന്ന് പഠിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഭാഗത്തെ സാഹചര്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് ബോധ്യമായി ജോലിക്ക് വേണ്ടി അങ്ങ് ഇറങ്ങിയത്. തുടർന്ന് പഠിക്കാനൊരു സാഹചര്യം എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഒരു ചിന്തയും എനിക്ക് വന്നില്ല. ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു. പറയാൻ കാരണം ഇന്ന് എൻ്റെ ജന്മദിനം കൂടാണ്. ഇന്ന് എനിക്ക് 50 വയസ്സ് പൂർത്തിയിരിക്കുന്ന ഒരു ദിവസമാണ്. ഈ ജന്മദിനത്തിൽ തന്നെ എൻ്റെ സാക്ഷി അനുഭവങ്ങൾ പങ്കുവെക്കാൻ ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടർന്ന് പഠിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ഒരു തൊഴിൽ പഠിക്കാനിടയിൽ പെയിൻറ്റിങ് ജോലിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ആദ്യം വർക്കുകൾ ചെയ്ത് അങ്ങനെ ജോലി പഠിച്ച്. പിന്നെ എൻ്റെ ജോലി പെയിൻറ്റിങ് ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി പേര് ചേർന്ന് ഇങ്ങനെ ജോലി കടന്നു പോകും. അതുപോലെ തന്നെ എൻ്റെ കുറേ അപ്പച്ചന്മാർ അവരെല്ലാം പെയിൻറ്റർമാരാണ്. അവരെല്ലാം കൂടെ പോയി ഞാൻ ഈ പെയിൻറ്റിങ് ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ച സമയം പെട്ടെന്ന് എൻ്റെ ലൈഫ് മാറാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചു വന്ന എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയൊക്കെ മാറി ലോകപരമായിട്ടൊക്കെ ഞാൻ പിന്നീട് പോകാൻ ഇടയായി തീർന്നു. ഒരു തകർന്ന അവസ്ഥയിൽ കൂടാണ് പിന്നെ ഞാൻ പോയത്. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ മദ്യത്തിനും ഒക്കെ ഞാൻ അടിമയായി തീർന്നു. അങ്ങനെ മദ്യപാനം കൂട്ടുകെട്ടുകളായി. പിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിൻ്റെ കരയുന്നുണ്ടെങ്കിലും അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടമാകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു അവർക്ക്. അതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. ഒത്തിരി ആൾ പറയുന്നത് എന്നെല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഞാൻ പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എൻ്റെ തന്നെ ഇഷ്ടമായിട്ട് തന്നെ ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനിടയായി തീർന്നു. അങ്ങനെയൊക്കെ ഒരു ജീവിതം ഞാൻ നയിച്ചൊരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന, എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം അവിടെ നിന്നില്ല എന്നെ തിരികെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ തകർന്നു പോകേണ്ടവനായിരുന്നു. ഞാനിന്ന് ജീവിച്ചിരിക്കേണ്ടവനല്ല. എന്നേ മരണപ്പെടേണ്ട വ്യക്തിയാണ് ഞാൻ. എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ പരിപാലിച്ചു. എൻ്റെ പിമ്പിൽ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ പിതാവ് നല്ല അധ്വാനിയാണ്. എനിക്ക് പറഞ്ഞ ആരും ലജ്ജയുമില്ല. നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. കക്കൂസ് കുഴിക്കുന്ന ജോലിയായിരുന്നു എൻ്റെ പിതാവിന്. ഏതാണ്ട് 15 അടി താഴ്ച വരെ അദ്ദേഹം ആ കുഴികൾ കുഴിക്കും. ഒരാളെ പോലും സഹായത്തിന് വിളിക്കാറില്ല മണ്ണെടുക്കാൻ. താൻ ആ കുഴിയിൽ നിന്ന് ആ മണ്ണെടുത്തെറിയും. ശേഷമായി 15 അടി കഴിയുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ സഹായത്തിന്. അത് എൻ്റെ അമ്മയുടെ അനുജത്തിയും എൻ്റെ കുഞ്ഞമ്മയൊക്കെയാണ് പോയി സഹായിക്കുന്നത് എൻ്റെ പിതാവിനെ. എൻ്റെ പിതാവാണെങ്കിൽ എൻ്റെ അമ്മയും മാത്രം അമ്മയുടെ അനുജത്തിമാരെല്ലാം നന്നായി കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. അവരതുപോലെ കരുതിയ ഒരു പിതാവ്. എങ്കിലും ഞാൻ പറഞ്ഞു, എന്നെ അധ്വാനിച്ച് എന്നെ വളർത്തിയെങ്കിലും അവരെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുത്തി ഞാൻ. എങ്കിലും ദൈവം എന്നെ അവിടെ നിന്നെല്ലാം മടക്കിക്കൊണ്ട് വന്നു. ദൈവം എന്നെ പിടിപ്പിച്ചു. ഞാൻ ഒത്തിരി രോഗങ്ങൾ എനിക്ക് ഉണ്ടായി. ഞാൻ ഈ ദൈവഭാഗത്തേക്ക് വരുവാൻ ഉള്ള കാരണമെന്ന് പറയുന്നത് പെന്തക്കോസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന വീട്ടിലാണ് ജനിച്ചതെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ റൂട്ട് മാറി പോവുകയായിരുന്നു. എന്നാൽ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുനീര്, ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ദൈവം എന്നോട് കൂടെ എന്നെ പരിപാലിച്ചു. ആപത്തുകളോ അനർത്ഥങ്ങളോ മറ്റ് പ്രതിസന്ധികളൊന്നും വരാതെ ദൈവം എന്നെ പ്രത്യേകം കാവൽ ചെയ്യുകയായിരുന്നു. വീട്ടിലേക്ക് വരത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചവനാണ്. വീട് വിട്ടുപോയി മറ്റൊരു സ്ഥലത്ത് പോയി ഞാൻ താമസിച്ച ഒരു വ്യക്തിയാണ്. എങ്കിലും അവിടുന്ന് ദൈവം എന്നെ അവിടുന്ന് കൊണ്ടുവരുവാനിടയിൽ എൻ്റെ ഭവനത്തിൽ വരുവാനും എൻ്റെ പിതാവിനോട് ചേർന്ന് എൻ്റെ അമ്മാവിനോട് ചേർന്ന് പിന്നെ വീട്ടിൽ ജീവിക്കുവാൻ ഇവിടെയായി. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാനൊരു പ്രിയപ്പെട്ടവളെ സ്വീകരിക്കാനിടയായി തീർന്നു. അങ്ങനെയാണ് വീട് വിട്ടു പോകാനിടയായി തീർന്നെങ്കിലും ആ പരിപാടി ഞാൻ കളഞ്ഞില്ല. അവളെ ഞാൻ പൊന്നുപോലെ നോക്കുവാനിടയായി തീർന്നു. അതൊക്കെ ഒത്തിരി വലിയ സാഹചര്യങ്ങളായിരുന്നു, പ്രതിസന്ധികളായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ. എങ്കിലും ഞാൻ അവളെ പൊന്നുപോലെ നോക്കി. ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ ദൈവം നൽകുവാനായിട്ട് ഇടയായി തീർന്നു.
മൂത്ത മോൻ്റെ പേര് മനോജ്, രണ്ടാമത്തെ മോൻ വിനോദ്, മൂന്നാമത്തെ മോൻ ജോയൽ. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി. ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കാട്ടി മുൻപേ എൻ്റെ മൂത്ത മകനാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അതിനുശേഷം രണ്ടാമത്തെ മകനും ഇറങ്ങി. അപ്പോഴും ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും വരാറില്ലായിരുന്നു. അവരും എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് നല്ല സുവിശേഷകരായി മാറുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ മൂത്ത മകൻ നല്ല ഗാനങ്ങളൊക്കെ എഴുതും, ഒത്തിരി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒത്തിരി ഗാനം അവൻ്റെ പുറത്തു വന്നു. നല്ല വർഷിപ്പ് ലീഡറാണ്. അങ്ങനെ സുവിശേഷ വേലയിൽ ശക്തമായി നിൽക്കുന്ന മൂത്ത മകൻ എനിക്കുണ്ട്. രണ്ടാമത്തെ മകനും അങ്ങനെ തന്നെ. അവനും ചെറുപ്പകാലത്ത് ഒത്തിരി ജോലിക്ക് കടന്നു പോയ കുഞ്ഞാണ്. അതിനുശേഷം അവനും ഇപ്പോൾ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നു. മൂത്ത മകൻ പത്തനാപുരത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. രണ്ടാമത്തെ മകൻ കുടുംബമായിട്ട് അവർ വെമ്പായത്ത് താമസിക്കുന്നു. മൂന്നാമത്തെ മകനും നന്നായിട്ട് ഗാനങ്ങൾ ആലപിക്കും. അവൻ്റെ പേര് ജോമൻ എന്നാണ്. കഴിഞ്ഞ വർഷം അവൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ അവനും കുടുംബസ്ഥനായി. ഇളയ മകൻ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതുവരെ ഞാൻ ദൈവമായിട്ട് എടുക്കാതെ നടന്നൊരു വ്യക്തി ദൈവനെ തൊട്ടു. ആദ്യം ദൈവനെ തൊടുന്ന രോഗത്തിൽ കൂടെയായിരുന്നു. എനിക്ക് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു രോഗം വന്നു. ബ്ലഡ് വൊമിറ്റ് ചെയ്യുമ്പോൾ തണുത്ത ആഹാരമൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ഓപ്പറേഷനൊക്കെ ഞാൻ വിധേയനാകേണ്ടിയാൽ അവിടേക്കാണ് ഞാൻ തീരുമാനമെടുത്തത്. എനിക്കറിയാം എൻ്റെ പാവ വഴികൾ കൊണ്ടാണ് എനിക്ക് ഈ രോഗങ്ങൾ വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അവിടുന്ന് തീരുമാനമെടുക്കുകയും ഞാൻ പിന്നീട് മദ്യപിക്കാനോ ഒന്നും പോയിട്ടില്ല. അന്ന് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് ദൈവം ആയുസ്സ് തരികയാണെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നോളാം എന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ അന്ന് ദൈവം എൻ്റെ രോഗത്തെ മാറ്റിത്തന്നു. ഞാൻ പിന്നെ ഛർദ്ദിച്ചിട്ടില്ല, ഇന്ന് വരെ ഞാൻ ഛർദ്ദിച്ചിട്ടില്ല. അതിനുശേഷം ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനുണ്ട്. ഞാൻ അനുഭവിച്ച സാക്ഷ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരൊക്കെ മാറിയാലും മാറാത്ത ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. വഴിവിട്ടൊക്കെ പോയെങ്കിലും ദൈവം എന്നെ അവിടെ നിന്നെല്ലാം താങ്ങിക്കൊണ്ടതിന് ശേഷമായി അതിൻ്റെ പിമ്പിൽ എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന, മാതാവിൻ്റെ പ്രാർത്ഥന, എൻ്റെ ഭവനത്തിൻ്റെ അപ്പുറം തന്നെ എൻ്റെ അമ്മയുടെ അനുജത്തി, എൻ്റെ അനിയൻ, എൻ്റെ പെങ്ങന്മാരൊക്കെ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ കണ്ണുതൊഴിക്കാൻ എൻ്റെ ഒരു പിള്ളാണ് ഞാൻ ഇന്ന് ഈ സാക്ഷ്യമായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ പിമ്പിൽ. അതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരെ കണ്ണുനീരിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ദൈവം എന്നെ ആ രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കുകയുണ്ടായി. അതിനുശേഷമായി എനിക്ക് വാദസംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു. ഒരു കാലിന് നീര് വന്നിട്ട് അത് 3-4 ദിവസം നിൽക്കും. അത് അടുത്ത കാലിന് ആ രോഗം വരും. ഒത്തിരി മരുന്നുകൾ ചെയ്ത, ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കാത്ത മരുന്നുകളില്ല, അതെല്ലാം കഴിച്ചിട്ടും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. അവിടെ ഞാൻ ഭാരപ്പെട്ടു. ദൈവമേ, നീ ഛർദിൽ തന്നെ വിടുവിച്ചാണ്. ഞാൻ ബ്ലഡ് ഛർദ്ദിച്ചപ്പോൾ നീ അതിൽ തന്നെ വിടുവിച്ച ദൈവമാണെങ്കിൽ എൻ്റെ കാലിന് വേദനയെ വിടുവിക്കണമേ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് തണുപ്പായി കഴിഞ്ഞാൽ മൊസൈക്കോ അല്ലെങ്കിൽ മാർബിൾ തറയിൽ എനിക്ക് നിൽക്കുവാൻ പറ്റത്തില്ല. അത്രയ്ക്കും എൻ്റെ ശരീരം കാലിന് വേദനയാൽ നീര് വന്ന് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടവനാണ്. എന്നാൽ ഒരു മീറ്റിംഗ് ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് ഇറങ്ങിയിട്ട് ആ ശക്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലെ അസുഖം അന്ന് മാറുവാൻ ഇടയായി തീർന്നു. പിന്നെ ഇന്ന് വരെ ആ രോഗം എന്നെ തൊട്ടിട്ടില്ല. ദൈവം എന്നെ അവിടെയും സൗഖ്യമാക്കി. അതിനുശേഷമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ധന്യമായി തീരുന്നത്. ഞാൻ മടങ്ങി വന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായി, സന്തോഷമായി. ഈ ചെറുപ്രായത്തിൽ മദ്യപിക്കുന്ന ഒരു പിതാവിനെ ആണ് അവർ കണ്ടു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ പൂർണ്ണ തീരുമാനമെടുത്തതിന് ഞാൻ മദ്യം തൊടത്തില്ല. അങ്ങനെ ദൈവം മദ്യപാനത്തിന് എന്നെ വിടുതൽ നൽകി. പിന്നെ ഞാൻ യേശുവുമായിട്ട് അടുത്തറിയുവാനും പ്രാർത്ഥനയിടയായി തീർന്നു. ഇന്ന് വരെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു സുവിശേഷകനായി ദൈവം എന്നെ മാറ്റിയെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ സുവിശേഷ വേലയിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ കുടുംബമായിട്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 3 പെൺമക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. അവരും ഞങ്ങളുടെ ഭവനത്തിന് അവർ മരുമക്കളല്ല, എൻ്റെ മക്കളാണ്. അവർ എനിക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങളുടെ ഭവനങ്ങൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും ഒരു അനുഗ്രഹമാണ്. 4 കൊച്ചുമക്കൾ ദൈവം നൽകിയിട്ടുണ്ട്. അവരും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ്. എനിക്ക് നല്ലൊരു ഭാര്യയെ ദൈവം നൽകി, അതും എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാണ്. എനിക്ക് എൻ്റെ മാതാവും പിതാവും എൻ്റെ ഒരു നല്ല, ഞാൻ സുവിശേഷയിൽ വരുന്നത് അവർ കാണുവാൻ ഇടയായി തീർന്നില്ലെങ്കിലും എൻ്റെ മടങ്ങിവരും അവർ കണ്ടു. അവിടെ വന്ന് താമസിച്ച് അവരെ ശുശ്രൂഷയുടെ ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എൻ്റെ അമ്മ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ പിതാവും നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നതിൻ്റെ പിതാവാണ്. ഞാൻ പറഞ്ഞല്ലോ, അധ്വാനത്തിന് ശേഷമായി രാത്രി ഉറക്കമില്ല. അവരൊക്കെ രാത്രിയാമങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുകയാണ്. അന്ന് ഇവിടെ കർത്താവ് അച്ചാനുണ്ട്, നെടുക്കൊന്നുമല്ലെന്ന് പറയും. ആ അപ്പച്ചൻ ഇവിടെ പോയി രാത്രിയാമങ്ങളിൽ മൊത്തം പോയി പ്രാർത്ഥനയാണ്. ചാക്കോ അപ്പച്ചനെ, മത്തായി അപ്പച്ചനെ, അവർ ഞങ്ങളുടെ കുറേ അപ്പച്ചന്മാരുണ്ട്. അവരുടെ കൂടെ എൻ്റെ പിതാവും എല്ലാ രാത്രിയാമങ്ങളിലും യോഗങ്ങൾ കടന്നു പോവുകയും രാവിലെ വന്ന് വീണ്ടും ജോലി കടന്നു പോകുന്ന ഒരു പിതാവാണ്. വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ജോലി കഴിഞ്ഞ ഉടനെ പ്രാർത്ഥനകളാണ്. അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങൾ കാണുന്നത്. എൻ്റെ ജ്യേഷ്ഠനും കുടുംബമൊക്കെ
അവരിന്ന് റാന്നിയിലായിരിക്കുന്നു. അവരെ മരുമകനൊക്കെ ദൈവം നിങ്ങൾക്ക് നല്ല സുവിശേഷം നൽകി തരികയുണ്ടായി. അവരും കർത്താവിൻ്റെ വേലയിലാണ്. എൻ്റെ ഇളയ പെങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തായിരിക്കുന്നു. ഞങ്ങൾ കുടുംബത്തിൽ പാർത്തിപ്പോൾ സുവിശേഷ വേലയിലായിരിക്കുകയാണ്. എനിക്ക് ദൈവം 4 മക്കളെ തന്നല്ലോ. അവലെ ഏറ്റവും ഇളയവൻ, അവൻ്റെ പേര് ജോയൽ എന്നാണ്. അവനെ ദൈവം വിടുവിച്ചൊരു കുഞ്ഞാണ്. അവൻ്റെ 1.5 വയസ്സിൽ, ഇന്ന് അവന് 24 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സിൽ അവൻ ഹാർട്ടിന് ഹോള് വീണ് വാൽവ് ചുരുങ്ങി മരണത്തെ അഭിമുഖം കണ്ട ഒരു കുഞ്ഞാണ് എൻ്റെ ഏറ്റവും ഇളയ മകൻ. അവനെ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അടൂരുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവനെ 1.5 വയസ്സിൽ അഡ്മിറ്റാക്കി. 3 മാസം അവനെ അവിടെ ചികിത്സിച്ചു. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവസാനമാണ് രോഗം കണ്ടുപിടിച്ചത്. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, കുഞ്ഞിന് ഹാർട്ടിന് ഹോള് വീണ് വാൽവ് ചുരുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ സാക്ഷ്യം കേൾക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ തലമുറയിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പുള്ള സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കുഞ്ഞിന് 24 വയസ്സുണ്ട്. അവൻ്റെ 1.5 വയസ്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവനെ ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ എൻ്റെ സാമ്പത്തികമില്ലായിരുന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ആ ഡോക്ടറാണ് എൻ്റെ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത് 250 രൂപ എൻ്റെ കാര്യത്തിൽ തരുന്നത്. ഞാൻ ദാരിദ്ര്യം ഇരുന്ന് പറയുകയല്ല, ദൈവത്തിൻ്റെ വലിയ കരുതൽ ഞാൻ പറയുകയാണ്. ദൈവം നടത്തിയ വിധങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദൈവത്തിൻ്റെ കരുതൽ അവിടെ ആരംഭിച്ചു. ഞങ്ങൾ ആ സാമ്പത്തികമായി ആ മെഡിക്കൽ കോളേജിൽ ചെല്ലുവാനും അവിടെയും 3 മാസം ഹോസ്പിറ്റൽ കുഞ്ഞുമായി അവിടെ ഞങ്ങളായിരുന്നു. ശേഷം ശ്രീചിത്രയിൽ അവനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ശ്രീചിത്രയിൽ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. 1.5 ലക്ഷം രൂപയോളം വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ അനേക ദൈവമക്കൾ, എൻ്റെ സഭ, പാസ്റ്റർമാർ, എൻ്റെ മാതാക്കൾ, എൻ്റെ ഭവനം ഒക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവനെ അവിടെ കൊണ്ടുവന്ന് അവനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ വന്ന് അവനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ദിവസം ഞങ്ങൾ ചെല്ലുന്നത് വെറും 700 രൂപ കൊണ്ടാണ് പോകുന്നത്. 1 ലക്ഷം രൂപ എൻ്റെ കരങ്ങളിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടേക്ക് ചെന്നു. ഇന്നും നിത്യയിൽ നിൽക്കുന്ന ഒരു സുവിശേഷകൻ, അദ്ദേഹം ജേക്കബ് സിമ്രാൻ എന്ന് പറയുന്ന ആ സുവിശേഷനായ ദേവദാസൻ എൻ്റെ ഭവനത്തിൽ വന്നു. എൻ്റെ കുഞ്ഞിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഞാനിപ്പോഴും ഓർക്കുക, ഓപ്പറേഷൻ തലേന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ദൂതനെ ശ്രീചിത്രയിൽ അയച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ദൈവം അവിടെ സൗജന്യമാക്കി തന്ന ദൈവമാണ്. എല്ലാം ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഇന്നും അവൻ ജീവനോടെ ആയിരിക്കുന്നു. അവൻ ആ ജോലിയപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ പരസ്യവേലയ്ക്കും സുഷം പറയാൻ എൻ്റെ കൂടെ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ആരൊക്കെ മാറിയാലും ദൈവം മാറത്തില്ല. ദൈവം കരുതും, ദൈവം നടത്തും. എന്നെ വിടുവിച്ച ദൈവം, എൻ്റെ കുഞ്ഞിനെ വിടുവിച്ച ദൈവം, ഞങ്ങളിത്ര മാറ്റം തന്ന ദൈവം, ഈ സാക്ഷ്യം കേൾക്കുന്ന, കരയുന്ന, അല്ലെങ്കിൽ തലമുറയോട് ഭാരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ തലമുറ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കടഭാരമാണ്, രോഗമാണ്, എന്തുമായിക്കോട്ടെ വിടുവിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്കിനിയിപ്പോൾ ഒരു പ്രാർത്ഥന എന്നുള്ളത് എനിക്ക് കഥ സുഷവില ശക്തിയോടെ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥന. ഒത്തിരി പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. എനിക്കൊരു വീട് ഇല്ല, എന്നാലും ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ എല്ലാത്തിനും മാറ്റം തരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ സുഷവേലയിലായിരിക്കുന്നു. 5 വർഷക്കാലം പട്ടാഴി എന്ന സ്ഥലത്ത് പോയി അവിടെ സുഷവേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യത്തെ നൽകി. അനേക പ്രിയപ്പെട്ട രക്ഷയെങ്കിലും കൊണ്ടുവരുവാൻ ദൈവം ഭാഗ്യത്തെ നൽകി. വലിയ ദൈവപ്രവർത്തികൾ ആ ദേശത്ത് കാണുവാൻ ദൈവം സഹായിച്ചു. പട്ടാഴി അമ്പലനിരപ്പ് എന്ന പ്രദേശത്ത് എനിക്ക് പോയി പ്രവർത്തിക്കുവാൻ ദൈവഭാഗ്യത്തെ നൽകി. അവിടെയുള്ള ആ സമൂഹം, ആ ദേശം ഞങ്ങളെ കൈക്കൊള്ളുകയും എല്ലാവരും ഞങ്ങളോടൊപ്പം അവിടെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം വീണ്ടും ഒത്തിരി അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത്, സുവിശേഷ വേല നിൽക്കുമ്പോൾ തന്നെ നമ്മളെ 3ാമത്തെ മകൻ, അവന് എൻ്റെ വീടിന് തൊട്ടടുത്താണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എൻ്റെ മകളുടെ പേര് അലീന എന്നാണ്. ആ മകള് ദൈവം അവർക്കൊരു ദാനമായ ഒരു തലമുറ നൽകി. എന്നുവെച്ചാൽ 7ാമത്തെ മാസം പെട്ടെന്ന് ശരീരം നീര് വരികയും അവിടെ കാല് മൊത്തം നീര് വന്നിട്ട് ശരീരം മൊത്തം നീരായി. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ഞങ്ങൾ അല്ലെങ്കിൽ 10ാം മാസമായിരിക്കും പ്രസവിക്കുക, അല്ലെങ്കിൽ 9ാം മാസമായിരിക്കും. അങ്ങനെ കരുതിയ സ്ഥാനത്ത് 7ാം മാസത്തിൽ തന്നെ അവർക്ക് പ്രസവ സംബന്ധമായ അസുഖം വരികയും ഞങ്ങൾ പെട്ടെന്ന് അവളെ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, വേഗത്തിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒന്ന് തള്ളയോ അതിൽ ഒരാളെ ലഭിക്കത്തുള്ളൂ എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. വല്ലാത്തൊരു പ്രതിസന്ധിയായി. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ദൈവമാണ് തലമുറ നൽകുന്നത്. ഞങ്ങൾ
ഭവനം മാത്രമല്ല, എല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ ഞാൻ ഇന്നും ഓർക്കുന്നു, പെട്ടെന്ന് വേഗത്തിൽ ആംബുലൻസ് ഞങ്ങൾ വിളിച്ച്. അന്ന് എന്തൊക്കെയോ റോഡ് ബ്ലോക്കൊക്കെ ആയിരുന്നു, എങ്കിലും ആ വാഹനത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ദൈവം ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു, എസ്ഐറ്റിൽ കൊണ്ടെത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്, നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞ് തിരിഞ്ഞു വന്നാൽ ഒരു അത്ഭുതമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സർജറി വേണ്ടി വരും, കുഞ്ഞിനെ അല്ലെങ്കിൽ ഒന്ന് തള്ളയോ ആരെങ്കിലും ഒരാളെ കിട്ടുന്നുള്ളൂ എന്ന് പറയുകയുണ്ടായി. ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ കൊണ്ടു ചെന്നതിൻ്റെ 3-ാമത്തെ ദിവസം എൻ്റെ മകള് അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് ജന്മം നൽകുവാൻ ദൈവം സഹായിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അത് ദൈവം ഞങ്ങൾക്ക് അത്ഭുതമായി ആ തലമുറ ഞങ്ങൾ ഇടയായി തീർന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തലമുറയെ കൊടുത്തു. ഇന്ന് അവൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞായി വളരുവാൻ ദൈവം സഹായിക്കുന്നു. കഴിഞ്ഞ മാർച്ച് മാസം 8-ാം തീയതി കുഞ്ഞിൻ്റെ ജന്മദിനമായിരുന്നു. അതിനെല്ലാം പിൻപിൽ പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. ദൈവം അവിടെയും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. അതുപോലെ ഞാൻ സുവിശേഷ വേലയിൽ അമ്പലനിരപ്പിലായിരുന്നു. ഞാൻ 5 വർഷം അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എനിക്ക് പാകത്തിന് അതിനോട് സുവിശേഷം പറയുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. ഞാൻ ഒരു ദിവസം അവിടുന്ന് യോഗം കഴിഞ്ഞു, എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വന്ന വഴിക്ക് ആ പട്ടായയ്ക്ക് അടുത്ത് വെച്ച് രാത്രിയിൽ ഇതുപോലെ നല്ല മഴയാണ്. ആ മഴ സമയത്ത് ഒരു പാമ്പ് റോഡിന് ഇങ്ങനെ റോഡിലൂടെ പോവുകയായിരുന്നു. ഞാൻ കണ്ടില്ല. പെട്ടെന്ന് എൻ്റെ ദേഹത്ത് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ബ്രേക്ക് പിടിച്ചതാണ്. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും തെറിച്ചു പോയി വീഴുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഞങ്ങൾക്കൊന്നും മരണം സംഭവിക്കുമായിരുന്നു, കാലുകൾ ഒടിയാമായിരുന്നു. ഒന്നും ദൈവം വരുത്തിയില്ല. മരണം സംഭവിക്കാതെ, അസ്ഥികളൊന്നും ഒടിയാതെ ഞങ്ങളുടെ കാലിനും ഒക്കെ മുറിവുകൾ മാത്രമേ വന്നുള്ളൂ. ദൈവം അവിടെയും ഞങ്ങളെ വിടുവിക്കുകയുണ്ടായി. കുറച്ച് നാൾ വീട്ടിൽ റെസ്റ്റ് ചെയ്തെങ്കിലും ദൈവം ആരോഗ്യത്തിന് സൗഖ്യം നൽകി. ഇന്നും സുശേഷ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് ഭാഗ്യത്തെ നൽകി തരുന്നുണ്ട്. അതുപോലെ തന്നെ അനുഭവങ്ങൾ ഇങ്ങനെ വരികയാണ്. ഞാനിങ്ങനെ എല്ലാം ഓർത്താണ് പറയുന്നത്. എൻ്റെ 2-ാമത്തെ മകൻ്റെ വിവാഹം വെമ്പായത്തു നിന്ന് ഞങ്ങൾക്കൊരു മകളെ പോയി കാണുവാനും അത് ഉറപ്പിക്കുവാനിടയായി തീർന്നു. അവൻ വിവാഹ തലേന്ന് ഒരാഴ്ച മുമ്പ് എനിക്ക് അല്പം സാമ്പത്തികം ആവശ്യമായിരുന്നു. കാരണം വിവാഹത്തിൽ ക്ഷണിക്കാൻ പോകണം, ഇവിടെ ഒത്തിരി ക്രമീകരണങ്ങൾ ആവശ്യമാണ്. സാമ്പത്തികമൊന്നും എൻ്റെ കയ്യിൽ ലഭിക്കാതിരുന്ന് ഞാൻ ഒരു രാത്രി ഇങ്ങനെ ഭാരപ്പെട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു. രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് കിടന്നു. നാളെ രാവിലെ നേരം പുലരുമ്പോൾ എനിക്ക് സാമ്പത്തികം ആവശ്യമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലഭിക്കും എന്ന് വിചാരിച്ച പല മേഖലകളിൽ ഞാൻ ചോദിക്കുകയുണ്ടായി. മാനുഷ്യമായി നിലയിൽ ചോദിച്ചു പോയി. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ആ സാമ്പത്തികം രാത്രിയാകുമ്പോൾ കിട്ടിയില്ല. പലരും ഇല്ലെന്ന് പറഞ്ഞു, പലരും ആരെയും കുറ്റമല്ല, ലഭിച്ചില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രിയിൽ എൻ്റെ 2 മണി കഴിഞ്ഞപ്പോൾ ഇന്ന് ക്രൈസ്തവ കരളിലേക്ക് ഏറ്റവും അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുനിൽ സോളമൻ അവർ രാത്രി തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഈ 4-ാം യാമം യേശു കടൽ മീതെ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അത് അനുഭവമായി വന്നു. 1, 2, 3 യാമങ്ങൾ തീരം കാണാൻ കഴിയാതെ ലക്ഷ്യം തകർന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് 4-ാം യാമത്തിൽ യേശു നടന്നു വന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു. അവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ വന്ന യേശു കർത്താവ് എൻ്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ 4-ാമനായിട്ടല്ല 1-ാമനായി ഇറങ്ങി വരുന്നത് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ 2 മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ബെല്ല് വരുന്നു. ഞാൻ നോക്കിയാൽ പാസ്റ്റർ സുനിൽ സോളമനാണ്. അദ്ദേഹം ചോദിക്കുന്നത്, എന്നെ എല്ലാവരും സ്നേഹത്തിൽ ബയ്യ എന്നാണ് വിളിക്കുന്നത്. ബയ്യ ഉറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ല. എന്താ ഉറങ്ങാന്നേ? ഞാൻ ഉറക്കം വരുന്നില്ല. എന്നാൽ കതക് തുറക്ക്, ഞങ്ങൾ വീടിൻ്റെ മുൻപിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹവും തൻ്റെ കുടുംബമായി വന്ന് എൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ഇവിടുന്ന് കഥ തുറന്ന് അവരകത്ത് വന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എന്താണ് രാത്രി വന്നേ? അദ്ദേഹവും ദൈവാസയും കുഞ്ഞുങ്ങളുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോൾ നിങ്ങളുടെ മുഖം ദൈവം എന്നെ കാണിച്ചു തരികയാണ്. നിങ്ങളേതോ സാമ്പത്തികമായി ഭാരപ്പെടുന്നു എന്ന് ദൈവം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഓടി വന്നേച്ചാന്ന് പറഞ്ഞു. അന്ന് രാത്രി അദ്ദേഹം വരികയും ഒരു നന്മ എന്നെ ഏൽപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയത് ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെ ഒത്തിരി അത്ഭുതം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ജോയലിൻ്റെ വിടുതൽ ദൈവം ചെയ്തത്, അവന് ആയുസ്സോടെ ദൈവം തന്നത്. 1.5 വയസ്സിൽ എൻ്റെ പിതാവ് എൻ്റെ മാതാവ് ലോകം വിട്ട് യാത്ര ചെയ്തു. ഒത്തിരി വേർപാടുകൾ എൻ്റെ ഭവനത്തിൽ വന്നു. ആ സമയത്താണ് എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ദൈവോടെ അത്ഭുതം ചെയ്തു. അതിനുശേഷമായിട്ട് എൻ്റെ കാലിന് ഞാൻ പറഞ്ഞല്ലോ നീര് വന്നു. വാദസമ രോഗം കർത്താവിനെ വിടുവിച്ചു. സാമ്പത്തികമായി ഭാരപ്പെട്ട സ്ഥാനത്തും ആ രാത്രിയിൽ പ്രിയദേവാസൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് ആ നന്മ തന്നതാണ്. ഇന്നും ദൈവം ഞങ്ങളെ നടത്തുന്നു.
ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒന്നീ രാത്രി അല്ലെങ്കിൽ രാവിലെ ദൈവം എന്നെ നടത്തുന്നുണ്ട്. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊന്നുമില്ല. ദൈവം അന്നന്ന് എന്നെ നടത്തിയാൽ മതി, എൻ്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ നടത്തിയാൽ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എനിക്കുള്ളത്. മറ്റൊത്തിരി ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് മാന്യമായ ജോലി, അവർക്ക് വേണ്ട എല്ലാ വഴികളും കർത്താവ് തുറന്നു കൊടുക്കണം. അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പിന്നെ ഭൂമിയിലയക്കുമ്പോൾ ഒരു ഭവനം ആവശ്യമാണ്, എല്ലാവരും സ്വപ്നമാണ്. അതെനിക്കൊരു സ്വപ്നമുണ്ട്. ദൈവം എനിക്ക് 50 വയസ്സ് പൂർത്തീകരിച്ചപ്പോൾ എനിക്കൊരു ദൈവം എന്നും എന്നെ ആയുസ് തരുന്നു. അന്ന് വരെയും ബലത്തോടെ ആയുസ് കർത്താവ് നിർത്തണം. മറ്റേ അന്യരോഗങ്ങളോ രോഗങ്ങളൊന്നും വരാതെ ദൈവം എന്നെ സൂക്ഷിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ തലമുറയ്ക്കെല്ലാം ഞാൻ അനുഗ്രഹമായി മാറണം. അവരൊക്കെ ഒരു അനുഗ്രഹം എനിക്ക് കാണണം. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയിൽ ശോഭിക്കുന്ന എനിക്ക് കാണണം. എനിക്ക് ശോഭിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവ് വേലയിൽ നിൽക്കുന്നത് കാണാൻ മതി എനിക്ക് ആഗ്രഹം. അപ്പോൾ തന്നെ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ഭവനം കണ്ട് സന്തോഷിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ വീട്ടിൽ പ്രയറുണ്ട്. എപ്പോഴും പ്രയറുള്ള വീടാണ് എൻ്റെ. ഇഷ്ടംപോലെ ദൈവം മക്കൾ എൻ്റെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമാണ്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഭവനം ആവശ്യമാണ്. കർത്താവിനെ ശോഭിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒത്തിരി ദൈവമക്കളുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കണം. എൻ്റെ കുടുംബത്തെ എല്ലാവർക്കും അറിയാം. എൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് എന്നെ അറിയാം. ഈ നാട് എന്നെ സ്നേഹിക്കുന്നു. അവരാണ് എന്നെ വീണ്ടും കരുതിയതും എല്ലാം. ഞാൻ തകർന്ന സ്ഥാനത്ത് അവരെന്നെ ചേർത്ത് നിർത്തി. ദൈവം എന്നെ ചേർത്ത് നിർത്തിച്ചാണ്. അത് ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്നു വന്നു. ഈ ദിവസങ്ങളിൽ തീരം കാണാൻ കഴിയാതെ, വലിയ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു ദൂതായി, ഒരു സന്ദേശമായി കൈമാറുന്നു. ദൈവം നിങ്ങൾക്കൊണ്ട് വേണ്ടിയുണ്ട്. നിങ്ങൾ പ്രതികൂലങ്ങളാണോ, പ്രതിസന്ധികളാണോ, ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ലയോ? ഭാരപ്പെടല്ലേ. 4-ാം യാമം അത് ദൈവത്തിൻ്റെ യാമമാണ്. ദൈവം ഇറങ്ങി വരും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിങ്ങളെ കരകയറ്റും. നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തുമായിക്കോട്ടെ, അതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ കരകയറ്റി വലിയ ലക്ഷ്യത്തിൽ ദൈവം നിങ്ങളെ എത്തിക്കും. തലമുറകളെ എത്തിക്കും. ഭവനമായ ദൈവം എത്തിക്കും. എവിടെയാണ് വെല്ലുവിളി ഉയർത്തുന്നത് ഷാജ്, ആ മേഖലയിൽ നിങ്ങൾക്ക് ജയം നൽകി ദൈവം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും. ഈ സാക്ഷ്യങ്ങളാൽ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാണ്. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ